6.5 ലക്ഷത്തോളം BCA പതാകകൾ വിറ്റഴിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയനാട്ടിലെ ഒരു വനിതാ സംരംഭക. കണിയാമ്പറ്റയിലെ ഷംല ഇസ്മായിലിന്റെ സംരംഭമാണ് പ്രതിസന്ധി നേരിടുന്നത്. 2022 ഹർ ഘർ തിരങ്ക പ്രചാരണത്തിനായി തയ്യാറാക്കിയ പതാകകളാണ് കെട്ടിക്കിടക്കുന്നത്. ഓഗസ്റ്റ് 8 ഇവിടെ ഡെലിവറി പറഞ്ഞത്. പക്ഷേ കാലാവസ്ഥ മൂലം ട്രെയിനുകൾ 4 ദിവസം ലേറ്റ് ആയതുകൊണ്ട് ഓഗസ്റ്റ് 12 രാത്രിയാണ് എനിക്കിവിടെ എത്തുന്നത്. അപ്പം കസ്റ്റമേഴ്സിന് പറഞ്ഞ സമയത്ത് എനിക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു നഷ്ടമായിപ്പോയി. ഒരു രാത്രി കൊണ്ട് 1,10,00,000 മുകളിലാണ് നഷ്ടം വന്നത്. 2022 സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ 8 ജില്ലകളിൽ നിന്ന് 7 ലക്ഷത്തോളം പതാകകൾ നിർമ്മിച്ചു നൽകാനുള്ള ഓർഡറാണ് ഷംലയുടെ സംരംഭത്തിന് ലഭിച്ചിരുന്നത്. ഉത്തരേന്ത്യയിലെ മോശം കാലാവസ്ഥ എല്ലാം തകിടം മറിച്ചു. ട്രെയിൻ എത്താൻ വൈകിയതോടെ പതാകകൾ കൃത്യസമയത്ത് വിതരണം നടത്താനായില്ല. 6 ലക്ഷം പതാകകൾ ഇപ്പോൾ ഇവരുടെ യൂണിറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. നഷ്ടം 1.25 കോടിയുടേത്. 23 സെയിലാവുന്നുള്ള ഒരു പ്രതീക്ഷയും കൂടിയും കൈവിട്ടപ്പോൾ ആകെ ടെൻഷനായി. കാരണം നമ്മൾ ബിസിനസ് ഉണ്ട്, വർക്കുകളുണ്ട്, കൊട്ടേഷനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെയ്താലും നമ്മൾ വർക്കുകളൊക്കെ ഇതിൻ്റെ നഷ്ടത്തിലേക്ക് മാത്രം പോകുന്നതുകൊണ്ട് എങ്ങനെയാലും ഈ നഷ്ടം നിരത്താൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അപ്പം ഈ ഒരു റിപ്പബ്ലിക് ഡേക്ക് ഈ ഒരു 6.5 ലക്ഷം ചെറിയ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ അത് സെയിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. സംരംഭക എന്ന നിലയിൽ വ്യവസായ മന്ത്രിയുടെ ഉൾപ്പെടെ പ്രശംസ ഏറ്റുവാങ്ങിയ ഷംലയ്ക്ക് വിദേശങ്ങളിൽ നടക്കം ഓർഡറുകൾ വരുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. 250ഓളം പേരാണ് ഈ സംരംഭത്തെ ആശ്രയിച്ച് കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തേടുകയാണിവർ. 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.